ഹിമാചൽ പ്രദേശിലുടനീളം പ്രമുഖ സർക്കാർ ആശുപത്രിയായി അറിയപ്പെടുന്ന ഷിംലയിലെ മോഡൽ മഞ്ഞിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ്. എന്നാൽ വെളുത്ത കോട്ടുകൾക്കും അടിയന്തര സൈറണുകൾക്കും അപ്പുറം ഈ ഹോസ്പിറ്റലിന് പിന്നിൽ ഒരു ഇരുണ്ട ഇതിഹാസമുണ്ട്. രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും പറയാനുള്ള ഭയപ്പെടുത്തുന്ന ഒരു അനുഭവ കഥകൾ. ദുരൂഹമായ തീപിടുത്തത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ പ്രേതബാധയുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന IGMC ഹോസ്പിറ്റലിലെ ദി 4th ഫ്ലോർ എന്ന കെട്ടിടത്തിന്റെ കഥയാണിത്. So today we will be exploring the iconic Shimla horror tale with my channel Mystery Busters. ആ നാട്ടിലെ ജനങ്ങളും വിദ്യാർത്ഥികളും ആശുപത്രി ജീവനക്കാരും പറഞ്ഞ് നാടോടി കഥയായി മാറിയ ഈ ഹോസ്പിറ്റലിന്റെ ഭയപ്പെടുത്തുന്ന കഥകൾ. എന്നാൽ 2019 അവിടെ നടന്നൊരു സംഭവം മെഡിക്കൽ സമൂഹത്തെ പിടിച്ചുകുലുക്കുകയും പഴയ ഭയങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. 2019 ആ ഹോസ്പിറ്റലിലെ അവസാന വർഷ MBBS വിദ്യാർത്ഥിനിയായ ഋതികയ്ക്ക് അന്നത്തെ നൈറ്റ് ഡ്യൂട്ടി കാഷ്വാലിറ്റി വിഭാഗത്തിലായിരുന്നു. അവിടുത്തെ 4ാം നിലയിലെ പ്രേതാനുഭവങ്ങളെ കുറിച്ചുള്ള കഥകൾ അവൾക്കറിയാമായിരുന്നെങ്കിലും അവൾ അതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. ആ രാത്രി അസാധാരണമാം വിധം ശാന്തമായിരുന്നു. അടിയന്തര സാഹചര്യങ്ങളില്ല, ശബ്ദമില്ല, ശൈത്യകാല രാത്രികളുടെ കനത്ത നിശബ്ദത മാത്രം. പുലർച്ചെ 3 മണിയോടെ ചായ കുടിക്കാനായി ഋതിക ഇടനാഴിയിലേക്ക് നടന്നു. അപ്പോഴാണ് അസാധാരണമായ എന്തോ ഒന്ന് അവൾ കണ്ടത്. ലിഫ്റ്റിന്റെ അടുത്തായ ഒരു നേഴ്സ്, പഴയ രീതിയിലുള്ള യൂണിഫോമായ വെളുത്ത ആപ്രണും ക്രിസ്പി തൊപ്പിയും. ഇതെല്ലാം കണ്ടപ്പോൾ അവൾ അന്തിച്ചുപോയി. കാരണം ഈ യൂണിഫോം ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പേ ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു. അവൾ ആ നേഴ്സിനടുത്തെത്തി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ ആ സ്ത്രീ മറുപടിയൊന്നും പറയാതെ തന്റെ കൈ നേരെ ലിഫ്റ്റിലേക്ക് ചൂണ്ടി. ഇത് കണ്ട് എന്തോ അസ്വാഭാവികമായി തോന്നിയെങ്കിലും ഏതെങ്കിലും എമർജൻസി കേസ് വന്നു കാണുമോ എന്നാലോചിച്ച് അവൾ പെട്ടെന്ന് തന്നെ ലിഫ്റ്റിനുള്ളിലേക്ക് കയറി. എന്നാൽ താൻ കയറിയ ലിഫ്റ്റ് മാസങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുകയാണല്ലോ എന്നോർത്ത് നിൽക്കുമ്പോൾ ലിഫ്റ്റ് അവളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ശബ്ദത്തോടെ 4ാം നിലയിലേക്ക് ഉയർന്നു. ലിഫ്റ്റ് 4ാം നിലയിലെത്തി. പെട്ടെന്ന് അതിന്റെ വാതിൽ തുറന്നു. പുറത്താകെ നല്ല ഇരുട്ടായിരുന്നു. അവിടുത്തെ ചുവരുകളിൽ നിന്ന് പെയിന്റുകൾ അടർന്നു വീണു കിടക്കുന്നു. അന്തരീക്ഷത്തിലാകെ ഒരു വിചിത്രമായ രാസവസ്തുവിന്റെ ദുർഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. അവൾ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ ഇരുണ്ട ഇടനാഴിയുടെ അങ്ങേയറ്റത്തായി ആ പഴയ യൂണിഫോം ധരിച്ച നേഴ്സ് നിൽക്കുന്നു. അവൾ പതുക്കെ അവരുടെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് അവൾക്ക് അവിടെ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. കൂടാതെ തന്റെ പിറകിൽ നിന്നാരോ പിറുപിറുക്കുന്നത് പോലുള്ള ശബ്ദവും. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. അവൾ ആ കാഴ്ച കൊണ്ട് ഞെട്ടിപ്പോയി. ആ ഇടനാഴിയിൽ ആശുപത്രി ഗൗൺ ധരിച്ച രോഗികളായ ആളുകൾ നിറഞ്ഞിരിക്കുന്നു. അവരുടെ എല്ലാം മുഖം വിളറി വെളുത്തിരിക്കുന്നു. കണ്ണുകൾ കറുത്ത ജീവചമമായിരുന്നു. അവർ അവളെ തന്നെ നോക്കി നിന്നു. അവൾ ഭയന്ന് ഓടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്റെ മുന്നിലായി ആ പഴയ നേഴ്സ്. അവൾ പതുക്കെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ആ സ്ത്രീയുടെ മുഖം പ്രേതത്തെ പോലെ വിളറി വെളുത്തു. കണ്ണുകൾ പൊള്ളയായി മാറി. അവർ ദേഷ്യത്തോടെ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് അലറി, "നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു." ആ സമയത്ത് അവിടുത്തെ ലൈറ്റുകൾ മിന്നിക്കത്താൻ തുടങ്ങി. ആ നിമിഷം പേടിച്ചുരണ്ട അവൾ ബോധരഹിതയായി നിലത്തു വീണു. പിറ്റേന്ന് രാവിലെ ഒരു സെക്യൂരിറ്റി ഗാർഡാണ് ഋതികയെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ക്ഷീണം കാരണമാണ് അവൾ ബോധം കെട്ടതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതിനുശേഷം അവൾ നൈറ്റ് ഡ്യൂട്ടി നിരസിച്ചു. കൂടാതെ അവൾ തന്റെ ജൂനിയേഴ്സായ കുട്ടികളോട് 4ാം നിലയിലേക്ക് ഒരിക്കലും പോകരുതെന്ന് മുന്നറിയിപ്പും കൊടുത്തു. ഈ സംഭവം അറിഞ്ഞ പഴയ നേഴ്സുമാരും വാർഡ് ബോയ്സും പരസ്പരം പറഞ്ഞത് അവൾ ഭാഗ്യവിധയാണ്, നേഴ്സ് അവളെ പോകാൻ അനുവദിച്ചു. അവർ ഇതിൽ കൂടുതലൊന്നും വിശദീകരിച്ചില്ല. 2026 ഈ കെട്ടിടത്തിൽ ഈ ഒരു ഭാഗം സന്ധ്യ കഴിഞ്ഞാൽ അടച്ചുപൂട്ടുമായിരുന്നു. കാരണം ഇന്നും ഒറ്റയ്ക്ക് ആ വഴി പോകാൻ എല്ലാവർക്കും ഭയമായിരുന്നു. 1980കളുടെ അവസാനത്തിലുണ്ടായ ഒരു വിനാശകരമായ തീപിടുത്തമാണ് ഇതിനെല്ലാം കാരണമായി മാറിയത്. 4ാം നിലയുടെ ഒരു ഭാഗത്ത് ദുരൂഹമായ തീപിടുത്തമുണ്ടായി. ആ ഒരു തീപിടുത്തത്തിൽ നിരവധി രോഗികളും നേഴ്സുമാരും മരിച്ചിരുന്നു. ഓക്സിജൻ ടാങ്ക് തകരാറിലായതിനാലാണ് ഈ തീപിടുത്തമുണ്ടായതെന്ന് പറയപ്പെടുന്നു. അന്നു മുതൽ പൂട്ടിയിട്ടിരിക്കുന്ന ആ വാർഡിന്റെ ഉള്ളിൽ നിന്ന് ആരൊക്കെ സംസാരിക്കുന്നതും നിലവിളിക്കുന്നതുമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. അമാനുഷികതയിൽ ആരൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും IGMCയുടെ 4ാം നിലയിൽ ഭയത്തിന്റെ ഒരു പ്രഭാവലയമുണ്ടെന്ന് നിഷേധിക്കാനാവില്ല. ശാസ്ത്രത്തിന് പ്രേതങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും രാത്രിയിൽ IGMCയുടെ ഇരുണ്ട ഇടനാഴിയിലൂടെ നടക്കുന്നവർ സത്യം ചെയ്തു പറയും,
ചില വാതിലുകൾ ഇന്നും അടച്ചിടുന്നതാണ് നല്ലതെന്ന്.